നൂറ്റാണ്ടുകളുടെ മൗനത്തിന് ശേഷം നിളയുടെ തീരം വീണ്ടും ഉണർന്നു. കേരളത്തിന്റെ ആത്മീയ ചരിത്രത്തിൽ ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്നിരുന്ന, പിന്നീട് വിസ്മൃതിയിൽ ആണ്ടുപോയ ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ പുനർജനി. ഇത് തിരുനാവായ അഥവാ ദക്ഷിണ കാശി, ഭാരതപ്പുഴയുടെ പുണ്യതീരം. ഭാരതത്തിലെ 4 മഹാകുംഭമേളകൾക്ക് സമാനമായാണ് തിരുനാവായയുടെ മണ്ണിൽ ഭക്തിയുടെയും കർമ്മത്തിന്റെയും സംഗമം നടക്കുന്നത്. ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ തിരുനാവായ എന്നത് കേവലം ഒരു ഗ്രാമമല്ല. കുംഭമേള പുരാതന കാലത്തും പ്രാചീന കാലത്തും ഈ മണ്ണിൽ ഉണ്ടായിരുന്നതാണ് എന്നും, ബ്രഹ്മദേവന്റെ കാലം മുതൽ ശക്തിയുഗം മുതൽ ഇവിടെ നടന്നു വന്നിരുന്ന ആചാരമാണിതെന്നും പറയപ്പെടുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് 275 വർഷങ്ങൾക്ക് മുൻപ് അരങ്ങേറിയിരുന്ന കുംഭമേള എന്ന മഹാമഹത്തിന്റെ വേദിയാണ് ഈ മണ്ണ്. മാത്രമല്ല, തിരുനാവായയുടെ ആത്മീയതയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭാരതത്തിൽ അപൂർവമായി മാത്രം കാണുന്ന ത്രിമൂർത്തി സംഗമം. ഒരു വശത്ത് വിഷ്ണു ചൈതന്യമായി നവാമുകുന്ദ ക്ഷേത്രവും, മറുവശത്ത് തവനൂരിൽ ബ്രഹ്മാവിന്റെയും ശിവന്റെയും ക്ഷേത്രങ്ങളും. ഐതിഹ്യവും പുരാണങ്ങളും നോക്കിയാൽ ബ്രഹ്മദേവൻ യാഗം നടത്തിയത് ഈ പുണ്യഭൂമിയായ നിളയുടെ തീരത്താണ്. ഈ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ള നിളയുടെ തീരത്ത് സ്നാനം ചെയ്യുന്നത് പാപമുക്തി നൽകുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പഴയ വള്ളുവനാട് രാജാവും സാമൂതിരിയും തമ്മിലുള്ള അധികാര തർക്കങ്ങളുടെയും ചാവേറുകളുടെ വീരമൃത്യുവിന്റെയും കഥകൾ ഈ മണൽത്തരികൾക്കും പറയാനുണ്ട്. ഭാരതത്തിലെ ഏറ്റവും വലിയ സന്യാസി സമൂഹമായ ജൂന അഗാഡയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ കുംഭമേള നടക്കുന്നത്. ഉത്തരേന്ത്യൻ കുംഭമേളകൾക്ക് നേതൃത്വം നൽകുന്ന അതേ ചിട്ടയോടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ ഈ ചടങ്ങുകളെ നയിക്കുകയാണ്. കേരളത്തിന്റെ ആത്മീയ ഉണർവിനായി അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ മാഘമഹോത്സവം എന്ന് പറയുന്ന ഈ അതിവിശിഷ്ടമായിട്ടുള്ള ആചരണം പുരാതന കാലത്ത്, പ്രാചീന കാലത്ത് ഈ മണ്ണിൽ ഉണ്ടായിരുന്നതാണ്. ബ്രഹ്മദേവന്റെ കാലം മുതൽ, സത്യയുഗം മുതൽ ഇവിടെ നടന്നു വന്നിരുന്ന ഒരു അനുഷ്ഠാനമാണ് അത്. ഉത്തരേന്ത്യയിൽ കുംഭമേള നടക്കുന്നത് പോലെ അതേ സമാനമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടന്നിരുന്ന ഈ മാഘമഹോത്സവം. അത് 271 വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രിട്ടീഷുകാർ ഇടപെട്ട് നിർത്തലാക്കിയത്. അതിനെ ഇപ്പൊ നമ്മൾ പുനരുജ്ജീവിപ്പിക്കും. ഒപ്പം മഹാമാഘ മഹോത്സവത്തിന്റെ പൂജകളും യാഗങ്ങളുമെല്ലാം മുൻ ശബരിമല മേൽശാന്തിയും തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര മേൽശാന്തിയും മഹാമാഘ കമ്മിറ്റിയുടെ ചെയർമാനുമായ അരീക്കര ഇല്ലത്തെ ശ്രീ സുധീർ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. പഴയ ഒരു പരശുരാമന്റെ ആ ഒരു കാലഘട്ടത്തിൽ നീളയുടെ ദൂരം ബ്രഹ്മദേവന്റെ താപസന്നൂർ എന്ന് പറയും. ബ്രഹ്മദേവനല്ല, പരശുരാമ ദേശപ്രകാരം യാഗം നടന്നതാണ്. നമുക്കറിയാം, ഒരു യാഗം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ അതിനൊരു രക്ഷാധികാരി, അങ്ങനെ പല വിഭാഗക്കാരുണ്ടാവും. ഒരു യാഗത്തിന് സോമയാഗം, അതിരാത്രി യാഗം, അങ്ങനെ തുടങ്ങിയ യാഗത്തിനെല്ലാം യജമാന അഗ്നി എന്ന 2 വിഭാഗക്കാരുണ്ട്. ഒരു ഹോമം നടത്തുമ്പോൾ ബ്രഹ്മൻ എന്ന് പറയും. അപ്പോൾ ഈ യജമാന ഭക്തിക്കും പ്രാധാന്യമുള്ളതാണ്. ഈ ഹോമം എപ്പോ അവസാനിപ്പിക്കുന്നുവോ അപ്പോൾ മാത്രമേ യജമാനായ അല്ലെങ്കിൽ ഈ ബ്രഹ്മനും എണീക്കാൻ അല്ലെങ്കിൽ പോവാൻ സാധിക്കുള്ളൂ. ആ യാഗം മുടങ്ങിയാൽ പിന്നെ ആ ദേവന് അല്ലെങ്കിൽ ആ യജമാനന് എണീക്കാൻ അവകാശമില്ല. അതുമാതിരി തന്നെയാണ് ഇവിടെയും ബ്രഹ്മദേവന്റെ പ്രതിഷ്ഠ വരാനുള്ള ആധാരഭൂതമായത്. സ്വന്തം ദേശത്തെയും കുടുംബത്തെയും കുലദേവതയെയും സ്മരിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളും, ദ്വാദശനാമ പൂജ, സുബ്രഹ്മണ്യ പൂജ, ഭദ്രാ പൂജ, ഹനുമാൻ പൂജ, നവഗ്രഹ പൂജ എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുകയാണ്. പരമ്പരാഗതമായി ഈ മഹോത്സവത്തിൽ പങ്കെടുത്തു പോരുന്ന ഭക്തർ ദേവതകളുടെ നിർദ്ദേശപ്രകാരം ഭാരതപ്പുഴയുടെ തീരത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ പ്രയാഗ്രാജും ഹരിദ്വാറും നാസിക്കും ഉജ്ജയിനിയും അടയാളപ്പെടുത്തിയ അതേ ആത്മീയ പ്രഭയോടെ കേരളത്തിലും ആദ്യമായി ഒരു മഹാകുംഭമേള അഥവാ മഹാമാഘ മഹോത്സവം അരങ്ങേറുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് ആദ്യമായി നടക്കുന്ന കുംഭമേള ജനുവരി 16 ആരംഭിച്ച് ഫെബ്രുവരി 3 വരെ നീണ്ടു നിൽക്കുന്ന ഈ പുണ്യവേളയിൽ തിരുനാവായയിലെ ഈ തീരം ശരിക്കും ഒരു കൊച്ചു കാശിയായി മാറിക്കഴിഞ്ഞു. ഇന്ന് പഴയ ആചാരങ്ങളെ
പുതിയ കാലത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ജൂന അഖാഡയുടെ നേതൃത്വത്തിൽ ഈ മണ്ണ് കുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഉത്തരേന്ത്യൻ കുംഭമേളകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നാഗസന്യാസിമാരുടെ വരവും സന്ധ്യാസമയത്ത് നിളയുടെ ഓളങ്ങളിൽ പ്രതിഫലിക്കുന്ന ദീപാരാധനയും നിള ആരതിയും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. കാശിയിലെ ഗംഗ ആരതിക്ക് സമാനമായ ഈ ദൃശ്യം ഭക്തരുടെ മുൻപിൽ ഒരു പുതിയ അനുഭവമാണ് തുറക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ പോയാലേ നമുക്ക് നമ്മുടെ ഹിന്ദുത്വം എന്താണെന്ന് മനസ്സിലാവാറുള്ളൂ. അത് എനിക്ക് അനുഭവിച്ചറിയാം. പക്ഷെ ഇപ്പൊ അത് ഇങ്ങോട്ടേക്ക് എത്തണമെന്ന് കാണുമ്പോൾ നമുക്ക് നല്ല അഭിമാനവും സന്തോഷമുണ്ട്. മല്ലൂസ് ആരും വരില്ല, നോർത്ത് ഇന്ത്യൻസ് മാത്രം, പക്ഷെ ഇല്ല, എല്ലാം മിക്ക ആൾക്കാരും കണ്ടവരൊക്കെ മിക്കതും എറണാകുളത്ത് കൊച്ചിന്ന് കുറെ പേര് അങ്ങനെ ഉണ്ട്. അത് പിന്നെ രസമുണ്ടായിരുന്നു കാണാൻ. പഴയ കാലത്ത് പെരുമാക്കന്മാരുടെയും സാമൂതിരിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ 12 വർഷത്തിലൊരിക്കൽ ഇവിടം മാമാങ്കം അരങ്ങേറിയിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ ആത്മീയ പാരമ്പര്യം കേരള കുംഭമേള എന്ന പേരിൽ പുനർജനിക്കുകയാണ്. सभी लोग जो काशी नहीं पहुंच पाते हैं और काशी नहीं गए हैं और जो आरती के दर्शन नहीं किए हैं, उनको हम लोग यहाँ पे नीला माँ की आरती के द्वारा काशी में जिस प्रकार गंगा आरती होती है उसी प्रकार यहाँ भी हम आप लोग को दर्शन करवा रहे हैं. ഈ മഹാമാഘ കാലത്ത് ഗംഗാദേവിയുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ ഉണ്ടാകുമെന്നും ഇവിടെ മുങ്ങി നിവരുന്നത് ഔഷധ ഗുണമുള്ള അമൃത തീർത്ഥത്തിൽ കുളിക്കുന്നതിന് തുല്യമാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. हमें बहुत अच्छा लग रहा है. केरला वासियों में जो यहाँ के लोगों में जो इतना उत्साह, इतनी ज़्यादा लोगों की भीड़, मतलब लोगों में इतनी ज़्यादा खुशी, तो बहुत अच्छा लग रहा है. हमें भी काशी सा आनंद यहाँ भी आ रहा है. तो जो हमने सुना है कि भाई 260 साल बाद ऐसा कुछ यहाँ केरला में हो रहा है, तो बहुत बड़ी उपलब्धि है और काफ़ी अच्छा लग रहा है हमें. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ഈ പുണ്യതീരത്തേക്ക് ഒഴുകിയെത്തുന്നത്. തിരക്കുകൾക്കിടയിലും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും നിറവിൽ നിളയുടെ തീരം ഇന്ന് ധന്യമായിരിക്കുകയാണ്. ലോക നന്മയ്ക്കായി ലോക സമസ്ത സുഖിനോ ഭവന്തു സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാഗങ്ങളും പൂജകളും ഈ കുംഭമേളയെ ഭക്തി സാന്ദ്രമാക്കുകയാണ്. പഴയകാല പെരുമാക്കന്മാരുടെയും സാമൂതിരിമാരുടെയും ഒക്കെ കാലത്തെന്ന പോലെ ചിട്ടയായ രീതിയിൽ ഋഷീശ്വരന്മാർ ഉപദേശിച്ച മാർഗത്തിലൂടെയാണ് ഈ വർഷത്തെ കുംഭമേള അരങ്ങേറുന്നത്. വിശ്വാസികൾക്ക് ഇതൊരു പുണ്യവേളയും കൂടിയാണ്. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകൾ കുംഭമേളയിൽ സംഗമിക്കുമ്പോൾ മുസ്ലിം പള്ളികളിൽ കുടിവെള്ളവും വിശ്രമിക്കുവാൻ ഇടവും ഒരുങ്ങിക്കഴിഞ്ഞു. മലപ്പുറത്തിന്റെ നന്മ വെളിവാക്കി തിരുനാവായയിലെ കുംഭമേള ഏവരും ഒറ്റക്കെട്ടായി നിന്ന് ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. എല്ലാവർക്കും ആ ദർശന പുണ്യ സായുജ്യാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും 2-3 ലക്ഷം ഭക്തരഞ്ഞ് വരും ദിവസം ഭക്തജനലക്ഷങ്ങളെ പ്രവാഹമായിരിക്കും. 3-ാം തീയതി ആണ് നമ്മുടെ കുംഭമേള സമാപിക്കുന്നത്. വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒരു വശത്ത് നടക്കുമ്പോഴും ആയിരക്കണക്കിന് ഭക്തർ നിളയിൽ മുങ്ങി നിവർന്ന് തങ്ങളുടെ പൂർവികർക്ക് ബലി അർപ്പിക്കുന്നു. ആയുധമേന്തിയ സന്യാസി പാരമ്പര്യവും ശാന്തമായി ഒഴുകുന്ന നിളയും ഇവിടെ ഒന്നിക്കുകയാണ്. നമ്മുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും വരും തലമുറയ്ക്ക് പകർന്നു നൽകുവാനുള്ള ഒരു വേദിയായി ഈ പുണ്യസംഗമം മാറിക്കഴിഞ്ഞു. പാരമ്പര്യത്തിന്റെ തനിമ ചോരാതെ വിസ്മരിക്കപ്പെട്ട ചരിത്രത്തെ വീണ്ടെടുക്കുവാനുള്ള ഈ ആത്മീയ യാത്ര ഫെബ്രുവരി 3 വരെ തിരുനാവായയുടെ മണ്ണിൽ തുടരും.